എക്സ്പോർട്ട് ബിസിനസ് ചെയ്ത് പണം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ടോ? ഇതാണ് എല്ലാവരുടെയും പേടി. ഞങ്ങളുടെ എക്സ്പോർട്ട് ഓഫ്ലൈൻ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന നിരവധി ആൾക്കാരുടെ സംശയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകം ഈ സബ്ജക്ട് എടുത്തത്. ഞാനൊരു കാര്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാന്ന് കരുതുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പൈസ കൊടുക്കാതെ അവർ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന്? നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ 30-40% അപ്ഫ്രണ്ട് ചെയ്ത് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് ദെൻ ബാക്കി പേയ്മെന്റ്, ബാലൻസ് പേയ്മെന്റ് നിങ്ങൾ ഷിപ്പ് ഔട്ട് ചെയ്തതിന് മുന്നേ അവരുടെ അക്കൗണ്ടിൽ വന്നെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് ആ സാധനം ഷിപ്പ് ഔട്ട് ചെയ്ത് തരത്തുള്ളൂ, ഷിപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഒരു കാര്യം നിലവിലുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് അയച്ചു കൊടുത്തിട്ട് ഇവിടെ വെറുതെ ഇരിക്കുന്നത്? ഇതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയെന്ന് പഠിക്കണം. ഇവിടെ പലർക്കും, പല എക്സ്പോർട്ടേഴ്സിനും ഇത് ഇങ്ങനൊരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്നുകിൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൽ ഒരു ഫുൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. ഈ ഒരു സ്കില്ലാണ് നിങ്ങളെ ഒരു മികച്ച എക്സ്പോർട്ടർ ആക്കുന്നത്. ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പലതും ഉണ്ട് ലോകത്തിൽ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുക തന്നെ വേണം. സോ വുഡ് യു ലൈക്ക് ടു ലേൺ ദി സ്കിൽ? പ്ലീസ് കമന്റ് ബിലോ എക്സ്പോർട്ട്. നിങ്ങൾക്ക് എക്സ്പോർട്ട് ബിസിനസിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ എക്സ്പോർട്ട് എന്ന് കമന്റ് ചെയ്യുക.